സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ പുറത്തു നൽകണം എന്നുണ്ടെങ്കിൽ അടിമകൾക്ക്, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യണം, അവർക്ക് പുറത്തു കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജീവിതം കൊണ്ട് കാണിച്ചു നൽകിയത് ആളുകളോട് ഏറ്റവും സ്നേഹത്തിൽ പെരുമാറാനും അവർക്ക് വിട്ടുവീഴ്ച ധാരാളമായി ചെയ്തു കൊടുക്കാനുമാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പരിശോധിച്ച് നോക്കുമ്പോൾ നാം കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതിനേക്കാൾ അപ്പുറത്ത് ഒരുപാട് ഉദാഹരണങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധ്യമാകും. 23 വർഷ കാലഘട്ടത്തിലെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ലോകത്തെ ഏതൊരാൾക്കും മാതൃകയാകുന്ന രൂപത്തിൽ നമ്മുടെ മുമ്പിൽ സഹാബികൾ വരച്ചു കാണിച്ചു നൽകിയിട്ടുണ്ട്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയായിരുന്നുവെന്ന് സഹാബികൾ നമുക്ക് പഠിപ്പിച്ചു നൽകിയതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സർട്ടിഫൈ ചെയ്ത് നൽകിയിട്ടുമുണ്ട്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് എന്നറിയണമെങ്കിൽ, പ്രവാചകന്റെ സ്വഭാവം പെരുമാറ്റം എങ്ങനെയാണ് എന്നറിയണമെങ്കിൽ വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്കത് കാണാൻ സാധ്യമാകും. ഞാൻ ഓതി വെച്ച സൂറത്തുൽ ഖലമിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സർട്ടിഫൈ നൽകിയ വചനം, 4-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞത് വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, റസൂലേ താങ്കൾ ഏറ്റവും മഹത്തായ സ്വഭാവത്തിലാകുന്നു, ഏറ്റവും അതിമഹത്തമായ സ്വഭാവത്തിനുടമയാകുന്നു എന്നാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് എങ്ങനെയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം, പെരുമാറ്റം എന്ന് ചോദിച്ചുകൊണ്ടൊരു സഹാബി വന്നപ്പോൾ അവിടുന്ന് തിരിച്ചു ചോദിച്ചത്, നീ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാറില്ലേ? ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് എന്ന്. എന്നിട്ട് ഈ വചനമാണ് ഓതിക്കൊടുത്തത്, വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, റസൂലേ താങ്കൾ മഹത്തായ സ്വഭാവത്തിനുടമയാണ് എന്ന്. കാന ഖുലുഖുഹു അൽ ഖുർആൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം തന്നെ അത് വിശുദ്ധ ഖുർആനായിരുന്നു. അഥവാ വിശുദ്ധ ഖുർആനിൽ അനാവശ്യമായത്, വേണ്ടാത്തത്, അതല്ലെങ്കിൽ ശരിയല്ലാത്തതായ ഒന്നുമില്ല. അതേപോലെയായിരുന്നു പ്രവാചകൻ. ആ ജീവിതത്തിൽ വേണ്ടാത്തതായിട്ട്, ശരിയല്ലാത്തതായിട്ട്, മോശമായി പോയി എന്ന് തോന്നുന്ന രൂപത്തിൽ ഒന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ, ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധ്യമാവുകയില്ല. ആ രൂപത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിട്ടുവീഴ്ചയിൽ കാണാൻ സാധ്യമാകും. പ്രവാചകൻ തന്നിലേക്ക് വന്നിരുന്ന ആളുകളെ, തന്നെ പ്രയാസപ്പെടുത്തിയ ആളുകളെ ഒക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വിട്ടുവീഴ്ച നൽകിയത് കാണാൻ കഴിയും. എല്ലാവരോടും ആ വിട്ടുവീഴ്ചയുടെയും കാരുണ്യത്തിന്റെയും പെരുമാറ്റം ഉണ്ടാകണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അത് കേവലം മനുഷ്യന്മാരോട് മാത്രമല്ല, മറിച്ച് ജീവികളോട് പോലും അങ്ങനെയാകണമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി ശദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. പ്രവാചകൻ പറഞ്ഞു, സിൻതാനി, 2 കാര്യങ്ങൾ ഹഫിൾതുഹുമാ അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് 2 കാര്യങ്ങൾ ഹിഫ്ളാക്കിയിട്ടുണ്ട്, മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, പ്രവാചകൻ പറഞ്ഞ കാര്യം, ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈഇൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളിലും നന്മ നിശ്ചയിച്ചിട്ടുണ്ട്, എല്ലാത്തിനും നന്മ ഉണ്ടാകണമെന്ന് അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. ഫഇദാ ഖതൽതും ഫഅഹ്സിനു അൽ ഖിത്ല, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാലിമാരോട് പറയുകയാണ്, ഏതെങ്കിലും തരത്തിൽ ഒരാളെ ആയിരുന്നില്ല, എന്നാൽ ഇന്നെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മതം റസൂലേ അത് താങ്കളുടെ ഇസ്ലാമാണ് എന്നാണ്. അതേപോലെ തന്നെ വല്ലാഹി മാ കാന മിൻ ബലദിൻ അബ്ഗദ ഇലയ്യ മിൻ ബലദിക്, താങ്കളുടെ ഈ നാടിനേക്കാൾ, ഈ മദീനയേക്കാൾ എനിക്ക് വെറുപ്പുള്ള മറ്റൊരു നാടും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാട് എന്നുള്ളത് അത് ഈ നാടാണ് എന്നാണ്. 3 ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ, പ്രവാചകന്റെ പെരുമാറ്റം മനസ്സിലാക്കിയപ്പോൾ, നേരത്തെ ഉണ്ടായിരുന്ന പ്രവാചകനെ കുറിച്ചുള്ള എല്ലാ ചിന്തയും, എല്ലാ മുൻധാരണകളും തിരിച്ചുകൊണ്ട് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നാണ്. നിങ്ങൾ നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, പ്രവാചകന്റെ അനുയായികളെ, സഹാബികളെ ആക്രമിച്ച,
യുദ്ധം ചെയ്ത ഒരു നാടിന്റെ ഒരു അധിപനോട്, ശത്രുപക്ഷത്തുള്ള ഒരു മനുഷ്യന്റെ നേതാവിനോട് ഏറ്റവും നന്നായി കൊണ്ട് പെരുമാറുവാൻ, അവർ ചെയ്ത കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇതായിരുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ മഹിമ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, തീർന്നിട്ടില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് വന്നുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ച മഹാനായ തുഫൈൽ ഇബ്നു അംർ അദ്-ദൗസി റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുക്കിലേക്ക് വന്ന് ഇസ്ലാം സ്വീകരിച്ച മനുഷ്യനാണ്. അദ്ദേഹം നാട്ടിലേക്ക് വരുന്ന സമയത്ത് ആളുകളൊക്കെ പറഞ്ഞത് തുഫൈലിനോട് പറഞ്ഞു, തുഫൈലെ, മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്, അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് നീ പോകരുത്, അവനെ വഴിപഴപ്പിച്ചു കളയുമെന്ന് പറയുകയും കേൾക്കാതിരിക്കാൻ വേണ്ടി ചെവിയിൽ പഞ്ഞി തിരിഞ്ഞിക്കൊണ്ട് പ്രവാചകന്റെ നാട്ടിലേക്ക് പ്രവേശിച്ച മനുഷ്യരായിരുന്നു തുഫൈൽ ഇബ്നു അംർ. എന്നാൽ പിന്നീട് അദ്ദേഹം ഒരു കവിയായിരുന്നു, നല്ല ഭാഷാ ചാതുര്യമുള്ള ആളായിരുന്നു. എന്താണ് പ്രവാചകൻ പറയുന്നത് എന്ന് കേൾക്കാൻ വേണ്ടി പ്രവാചകരുടെ അടുക്കിലേക്ക് പോവുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ട് ഇസ്ലാം സ്വീകരിക്കുകയും പിന്നെ നാട്ടിലേക്ക് തിരിച്ചുപോയി ആ നാട്ടിൽ ദഅവത്ത് നടത്തുകയും ചെയ്തു ആ സഹാബി. പക്ഷേ ആ നാട്ടിലെ ആളുകൾ അദ്ദേഹത്തെ വല്ലാതെ പ്രയാസപ്പെടുത്തിയ പ്രയാസം അധികരിച്ചപ്പോൾ അദ്ദേഹം പ്രവാചകന്റെ അടുക്കിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, റസൂലേ, എന്റെ നാട്ടുകാർക്കെതിരെ, ദൗസ് ഗോത്രത്തിനെതിരെ താങ്കൾ പ്രാർത്ഥിക്കണം. ദൗസ് ഗോത്രം നശിക്കാൻ വേണ്ടി റസൂലേ താങ്കൾ പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ താൻ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് ഒന്ന് ഒരുങ്ങി പ്രാർത്ഥിക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. സഹാബികൾ പറഞ്ഞു, ദൗസ് ഗോത്രം തീർന്നു, അവർ നശിച്ചിരിക്കുന്നു. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചാൽ അല്ലാഹു പ്രാർത്ഥന സ്വീകരിക്കും. ദൗസ് ഗോത്രം ഇതാ നശിച്ചിരിക്കുന്നു എന്നവർക്ക് തോന്നിയവർ പരസ്പരം പറഞ്ഞു. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശത്തേക്ക് ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചത് എന്നാണ്. അള്ളാഹുവേ, നീ ദൗസ് ഗോത്രത്തിന് ഹിദായത്ത് കൊടുക്കണേ, അവരെ നീ ഇസ്ലാമിലേക്ക് കൊണ്ടുവരണേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. ഒരുപാട് പ്രയാസപ്പെടുത്തിയ ഒരു സമൂഹം, ആ സമൂഹത്തിന് ഒന്നാകെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവർക്ക് വിട്ടുവീഴ്ച നൽകുന്നു. ആവർത്തിച്ച് വീണ്ടും പറഞ്ഞു, റസൂലേ, ഞാൻ അവരുടെ നാശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. പക്ഷേ പ്രവാചകൻ പിന്നെയും പ്രാർത്ഥിച്ചത് ദൗസ് ഗോത്രത്തിന് ഹിദായത്ത് കൊടുക്കണേ എന്നായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരൊക്കെ ഇസ്ലാമിലേക്ക് അടുപ്പിക്കുവാൻ, തങ്ങളുടെ പെരുമാറ്റം കൊണ്ട് ആളുകൾ നന്നാകണമെന്നായിരുന്നു പ്രവാചകന്റെ ചിന്ത. പിന്നീട് സംഭവിച്ചത് എന്താണ്? ദൗസ് ഗോത്രത്തിലുള്ള ആളുകൾ മുഴുവനും ഇസ്ലാമിലേക്ക് കടന്നു വന്നുവെന്നാണ്. തുഫൈൽ റളിയല്ലാഹുവിന്റെ കുടുംബക്കാർ ആദ്യം ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ ഗോത്രത്തിൽപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു. പിന്നെ ആ ഗോത്രം ഒന്നാകെ ഇസ്ലാം സ്വീകരിച്ച് പ്രവാചകന്റെ അടുക്കിലേക്ക് പിന്നീട് ആ നാട്ടുകാരെ മുഴുവനുമായി കൊണ്ട് സഹാബി വരുന്നുണ്ട്. അതിൽപ്പെട്ടതായിരുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. പ്രവാചകൻ ശപിച്ചിരുന്നുവെങ്കിൽ അബൂ ഹുറൈറ ഇസ്ലാമിന് കിട്ടുമായിരുന്നില്ല. പ്രവാചകൻ ശപിച്ചിരുന്നുവെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ഇസ്ലാമിനെ കടന്നു വരുമായിരുന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിക്കുകയല്ല, മാറ്റി നിർത്തുകയല്ല, തെറ്റു ചെയ്ത ആളുകളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട്ടുവീഴ്ച ചെയ്ത് കാണിച്ചു കൊടുക്കുകയായിരുന്നു. മറ്റൊരിക്കൽ പ്രവാചകന്റെ അടുക്കിലേക്ക് ഒരു സഹാബി വന്ന് ഒരു മനുഷ്യൻ വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ കത്തിവെച്ചുകൊണ്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, മുഹമ്മദേ, നിന്നെ ആരാണ് രക്ഷിക്കുക എന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രാമധ്യേ തന്റെ വാളെടുത്ത് വെച്ച് നിരായുധനായിക്കൊണ്ട് ഒരു മരത്തിന് താഴെ കിടന്നുറങ്ങുമ്പോൾ പ്രവാചകന്റെ വാളെടുത്തുകൊണ്ട് കഴുത്തിൽ വെച്ച് ചോദിച്ചാണ്, മുഹമ്മദേ, നിന്നെ ആര് രക്ഷിക്കുമെന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അള്ളാഹു രക്ഷിക്കുമെന്ന്. ആ മനുഷ്യന്റെ കയ്യിൽ നിന്ന് വാള് നിലച്ചു വീഴുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി നിന്നെ ആരും രക്ഷിക്കാൻ ചോദിച്ചപ്പോൾ ആ മനുഷ്യന് പറഞ്ഞത്, മുഹമ്മദേ, താങ്കൾ നല്ല മനുഷ്യനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, താങ്കൾ വിട്ടുവീഴ്ച ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനെ വെറുതെ വിടുകയാണ് ചെയ്തത്. ആ മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് പിന്നീടുള്ള ചരിത്രമാണ്. തന്റെ കഴുത്തിൽ കത്തിവെച്ച മനുഷ്യനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുവീഴ്ച ചെയ്യുകയാണ്. മറ്റൊരിക്കൽ പ്രവാചകന്റെ യാത്രാവേളയിൽ ഒരു മനുഷ്യന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിലുള്ള മുണ്ട് പിടിച്ചു വലിച്ചു. ആ മുണ്ട് പിടിച്ച് വലിച്ച കാരണത്താൽ പ്രവാചകന്റെ കഴുത്തിൽ ചുവന്ന പാടുണ്ടായി. ആളുകൾ ഉമർ ദേഷ്യം വന്നു, ആ മനുഷ്യനെ ഇല്ലാതാക്കട്ടെ എന്ന് ചോദിച്ചു ഉമർ. അത്ര പ്രവാചകനെ പിടിച്ചു വലിച്ച് പ്രയാസപ്പെടുത്തി. പ്രവാചകനോട് ചോദിച്ചത് ചില ഭൗതികമായ കാര്യങ്ങളൊക്കെ ചോദിക്കുകയായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ആ മനുഷ്യൻ ആവശ്യമുള്ളത് കൊടുത്തേക്ക് എന്ന് പറഞ്ഞു. പ്രവാചകൻ അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തിയിട്ടില്ല. എന്നെ അടിക്കാൻ നീയാരാ, എന്നെ വലിക്കാൻ നീയാരാ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികളോട് അദ്ദേഹത്തെ ഇല്ലാതാക്കുവാൻ കൽപ്പിച്ചിട്ടില്ല. വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തപ്പോൾ പ്രവാചകന്റെ സ്വഭാവം മനസ്സിലാക്കി ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയായിരുന്നു.
ഇങ്ങനെ പ്രവാചക ജീവിതത്തിൽ നിന്ന് നമ്മൾ ഉദാഹരണം പരിശോധിക്കുകയാണ് എങ്കിൽ ധാരാളക്കണക്കിന് ഉദാഹരണങ്ങൾ കാണാൻ സാധ്യമാകും. എല്ലാവർക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുവീഴ്ച നൽകുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബി ലം ഫദ്ദു മിൻ ഹൗലിക്. റസൂലേ, താങ്കൾ ഒരു കഠിന ഹൃദയനായിരുന്നെങ്കിൽ, വിട്ടുവീഴ്ച സ്വഭാവമില്ലാത്ത പരുഷ ഹൃദയനായിരുന്നുവെങ്കിൽ റസൂലേ, ആരും താങ്കളുടെ അടുക്കിലേക്ക് കടന്നു വരുമായിരുന്നില്ല. മറിച്ച് താങ്കൾ ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു, താങ്കൾ ആളുകൾക്ക് നല്ല സ്വഭാവം പഠിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബികളുടെയും സ്വഭാവം കണ്ടാണ് മക്കയിലും മദീനയിലും ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഇങ്ങനെ വിട്ടുവീഴ്ചയുടെ വിശാലമായ ഉദാഹരണങ്ങൾ ജീവിതം കൊണ്ട് കാണിച്ചു തന്ന ആ പ്രവാചകന്റെ അനുയായികളായ നമ്മൾ ഈ വിഷയത്തിൽ ഒരിക്കലും നമ്മൾ മാറി നിൽക്കരുത്. പലപ്പോഴും നമ്മളെ കൂട്ടത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ചെറിയ കാരണങ്ങൾ മതി ആളുകൾ തെറ്റി നിൽക്കുവാൻ, അകറ്റി നിർത്തുവാൻ, ചിരിക്കാതിരിക്കുവാൻ, സലാം പറയാതിരിക്കുവാൻ, സംസാരിക്കാതിരിക്കുവാൻ. നിസാരമായ കാരണങ്ങൾ മതി. ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് സാധ്യമാകുന്നത്? കുടുംബങ്ങൾ തെറ്റി നിൽക്കുന്ന ആളുകളില്ലേ, നിസാരമായ കാരണങ്ങൾ കൊണ്ട് കല്യാണത്തിന് ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ആ കുടുംബത്തിലേക്ക് ഇനി ഞാൻ അവിടേക്ക് കാലുകുത്തില്ല, അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കുടുംബത്തിലെ അവരെ തന്നെ എഴുതിക്കളയുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. എപ്പോഴെങ്കിലും എന്തെങ്കിലും ചെയ്ത അവിവേകത്താലോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടോ ചെയ്ത ചില തെറ്റുകളുടെ കാരണത്താൽ ആളുകളെ മാറ്റി നിർത്തുന്ന ആളുകൾ, അവനുമായി ഇനി ഞാൻ ഒരു ബന്ധവുമില്ല, അയാളോട് ഞാൻ സംസാരിക്കില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ എങ്ങനെ ഒരു വിശ്വാസിക്ക് സാധ്യമാകും? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിക്ക് പുറത്തു കൊടുക്കാൻ ഉദ്ദേശിച്ചുവെങ്കിൽ അള്ളാഹ് പുറത്തു കൊടുത്താലും കുഴപ്പമില്ല, ഞാൻ പുറത്തു കൊടുക്കൂല എന്ന രൂപത്തിൽ ചില ആളുകളുടെ സ്വഭാവമുണ്ട്. മാറേണ്ടതുണ്ട് സഹോദരന്മാരെ. വിശാലമായ വിട്ടുവീഴ്ചയാണ് ആളുകളെ നമ്മളിലേക്ക് അടുപ്പിക്കുക. നമ്മൾ ആളുകളുടെ പരിശീലന്മാരാണ് എങ്കിൽ, ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരിക്കലും പുറത്തു നൽകുകയില്ല. അതാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു വിഷയത്തിൽ പറഞ്ഞത്, അലാ തുഹിബ്ബൂൻ അയ്യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു നൽകണമെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ലയോ, നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലയോ? തന്റെ സ്വന്തം മകളെ കുറിച്ച് വ്യഭിചാരോപണം നടത്തിയ തന്റെ മകളുടെ ഭർത്താവ്, ലോകത്തിന്റെ കാരുണ്യമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയെ കുറിച്ച്, വിശ്വാസികളുടെ ഉമ്മയെ കുറിച്ച് വ്യഭിചാരോപണം നടത്തിയ മകളെ, മകളുടെ വിഷയത്തിൽ വ്യഭിചാരം നടത്തിയ മനുഷ്യനെ ചെലവിനും വീണ്ടും കൊടുക്കുമെന്ന്, അവനെ ഞാൻ മാറ്റി നിർത്തില്ല എന്ന് പ്രഖ്യാപിക്കുവാൻ ആ സഹാബിയെ സന്നദ്ധമാക്കിയത് അള്ളാഹുവിന്റെ കൽപ്പനയായിരുന്നു, ചോദ്യമായിരുന്നു. അലാ തുഹിബ്ബൂന അയ്യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു നൽകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ആകുവാൻ പാടില്ല. നിങ്ങളെ പ്രയാസപ്പെടുത്തിയാലും ആ പ്രയാസപ്പെടുത്തിയ ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്യുവാൻ, അവർക്ക് പുറത്തു കൊടുക്കുവാൻ, മാപ്പ് നൽകുവാൻ നമ്മൾക്ക് സാധ്യമാകേണ്ടതുണ്ട്. അപ്പോഴാണ് ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടുന്നത്, അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസിയാവുമെന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഭാവം നന്നാക്കുന്ന, ആളുകൾക്ക് വിട്ടുവീഴ്ച കൊടുക്കുന്ന, അതുവഴി പാപങ്ങളെ പുറത്തു ലഭിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, വിശ്വാസികൾ വിട്ടുവീഴ്ച ചെയ്യുന്നവരാകണം. ആ രൂപത്തിൽ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നാണ് നാം സൂചിപ്പിച്ചു വെച്ചത്. സഹോദരന്മാരെ, നമ്മുടെ മനസ്സ് അത് വ്യത്യസ്ത രൂപത്തിലായിരിക്കും. ആ മനസ്സിനെ നന്നാക്കിയെടുക്കുവാൻ നമ്മളുടെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടായെങ്കിലല്ലാതെ ഒരിക്കലും അത് സാധ്യമാവുകയില്ല. വേറെ ആരെങ്കിലും വന്ന് നന്നാക്കുവാൻ കഴിയുന്നതല്ല നമ്മുടെ മനസ്സ്. നമ്മുടെ മനസ്സ് നന്നാകണമെങ്കിൽ അത് നമ്മൾ തന്നെ വിചാരിക്കേണ്ട കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്ന് ഇസ്ലാം സ്വീകരിച്ചിരുന്ന ആളുകൾ കഠിനഹൃദയന്മാരായിരുന്ന, ജാഹിലിയ്യ കാലഘട്ടത്തിൽ പലതും ചെയ്തിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. സ്വന്തം മക്കളെ ജീവനോട് കുഴിച്ചു മൂടിയവർ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. കുടുംബത്തിലുള്ള ആളുകളെ കൊല ചെയ്തവർ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. നിസാരമായ കാരണങ്ങൾക്ക് തല്ലും വഴക്കും വക്കാണവും ഉണ്ടാക്കിയ ആളുകൾ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ, പരലോകത്തെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ, അള്ളാഹുവിനെ കൃത്യമായി മനസ്സിലാക്കിയപ്പോൾ അവരുടെ മനസ്സിലേക്ക് സഹിഷ്ണുതയും സ്നേഹവും ഒക്കെ കടന്നു വരികയായിരുന്നു. അവരുടെ എല്ലാ സ്വഭാവങ്ങളും മാറുകയായിരുന്നു.
ആളുകൾക്ക് വിട്ടുവീഴ്ച നൽകാതിരിക്കുന്നതിനപ്പുറത്ത് ചില ആളുകളോട് ചില സംസാരങ്ങൾ നടത്തുന്നത് വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വളരെ കഠിനമായ ഭാഷയിൽ തിരുത്തിയിട്ടുണ്ട്. മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ സഹാബി ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനെ യബ്ന സൗദ, കറുത്തവന്റെ മകനെ എന്ന് വിളിച്ചത് ചരിത്രത്തിൽ കാണാം. കറുത്തവന്റെ മകനെ എന്ന് വിളിച്ചപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു മനസ്സിൽ വല്ലാത്ത സങ്കടമുണ്ടായി, വേദനയുണ്ടായി. കറുത്തവനെ കരിമ്പ എന്ന് വിളിക്കുന്ന, തടിച്ചവനെ തടിയ എന്ന് വിളിക്കുന്ന, മെലിഞ്ഞവനെ കൊള്ളി എന്ന് വിളിച്ചുകൊണ്ടൊക്കെ കളിയാക്കുന്ന ആളുകളുണ്ട്. പിന്നെ തടിച്ചവനെ പിന്നെ കൊള്ളി എന്ന് വിളിക്കാൻ പറ്റുമോ എന്നൊക്കെ ന്യായീകരിക്കുന്ന ആളുകളുണ്ട്. ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത രൂപത്തിലുള്ള വിളിയും സംസാരങ്ങൾ നമ്മുടെ ഭാഗത്തുള്ള വളരെ പ്രയാസമുണ്ടാക്കുന്ന വിഷയമാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു വളരെ സങ്കടമുണ്ടായി. കറുത്ത മനുഷ്യനാണ്, നീഗ്രോ അടിമയാണ്, കറുത്തവന്റെ മകനാണ്, അതെല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. പക്ഷേ ആ സഹാബിക്ക് പ്രയാസമുണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു സങ്കടം ബോധിച്ചപ്പോൾ, പിന്നീട് അബൂദറിനെ കണ്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖം ചുവപ്പിച്ചുകൊണ്ട് ദേഷ്യത്തോടു കൂടി ചോദിച്ചത്, അബൂബക്കറെ അബൂദറെ ഇന്ന ഫീക ഹസ്ലത്തുൽ ജാഹിലിയ്യ, ജാഹിലിയത്തിന്റെ സ്വഭാവം ഇപ്പോഴും നിനക്ക് മാറിയിട്ടില്ല അബൂദറെ എന്ന് പറഞ്ഞുകൊണ്ട് വിമർശിച്ചിട്ട് കാണുവാൻ സാധ്യമാകും. കാരണം അന്വേഷിച്ചപ്പോൾ നേരത്തെ പറഞ്ഞ വിഷയം ബിലാൽ റളിയല്ലാഹു അൻഹു യബ്ന സൗദ, കറുത്തവന്റെ പുത്ര എന്ന് വിളിച്ച കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല, ബിലാൽ എനിക്ക് വിട്ടുവീഴ്ച ചെയ്ത് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, അവൻ എന്റെ സഹോദരനാണ് എന്ന് പറയുകയും ബിലാലിനെ തേടി അങ്ങാടിയിലേക്ക് പോവുകയും അങ്ങാടിയിൽ കണ്ടപ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ കമിഴ്ന്നു കിടന്ന ബിലാലെ, നീ എന്റെ തല മണ്ണിലേക്ക് താഴ്ത്തി ചവിട്ടിക്കളയുക, ഞാൻ നിന്നെ അങ്ങനൊന്നും വിചാരിച്ചിട്ടില്ല, നീ എനിക്ക് പുറത്തു നൽകണം എന്ന് ആവശ്യപ്പെട്ടത് ചരിത്രത്തിൽ കാണാൻ സാധ്യമാകും. സുഹൃത്തുക്കളെ, അതൊക്കെ അവർക്ക് കഴിഞ്ഞത് അവരുടെ വിശ്വാസം അവരുടെ മനസ്സിനകത്തുള്ള എനിക്ക് കയറിയത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ വിശ്വാസം പ്രവേശിപ്പിക്കാൻ സാധ്യമായാൽ നമ്മൾക്ക് മനസ്സിനെ നന്നാക്കിയെടുക്കുവാൻ കഴിയും. അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മനസ്സിനെ നന്നാക്കിയെടുക്കുവാൻ നമുക്ക് പ്രാർത്ഥനയും പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പതിവാക്കിയിരുന്ന ഒരു പ്രാർത്ഥന ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണുവാൻ സാധ്യമാകും. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന 2722 ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു: അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ വമൗലാഹ. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ, അല്ലാഹുവേ എന്റെ നഫ്സിനെ, എന്റെ മനസ്സിനെ, എന്റെ ഖൽബിനെ അല്ലാഹുവേ നീ തഖ്വ നൽകണേ, സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരവസ്ഥ നീ എനിക്ക് നൽകണമേ. വസക്കിഹ, നീ എന്റെ ഹൃദയത്തെ, എന്റെ മനസ്സിനെ നീ നന്നാക്കണേ അല്ലാ. നീ അൻത ഖൈറു മൻ സക്കാഹ, അതിനെ ഏറ്റവും നന്നാക്കുവാൻ കഴിയുന്നവൻ അല്ലാഹുവേ നീയാണ്. അതുകൊണ്ട് എന്റെ ഹൃദയത്തെ നീ നന്നാക്കി തരണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥിക്കുന്നത് പ്രവാചകനെ പഠിപ്പിച്ചു തന്നു. അൻത വലിയുഹ വമൗലാഹ, ആ ഹൃദയത്തിന്റെ അതിന്റെ കൈകാര്യകർത്തൃത്വം ഏറ്റെടുക്കുന്നവൻ, അതിന്റെ കൂട്ടുകാരൻ അല്ലാഹുവേ നീയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയത്തെ നന്നാക്കി തരുവാൻ വേണ്ടി ഒരു പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ വമൗലാഹ എന്ന പ്രാർത്ഥന സുഹൃത്തുക്കളെ നമ്മൾ ജീവിതത്തിൽ പതിവാക്കേണ്ടതുണ്ട്. അതും അതല്ലാത്തതുമായ രൂപത്തിൽ മനസ്സിനെ നന്നാക്കി കിട്ടുവാൻ, ഹൃദയ വിശാലത ലഭിക്കുവാൻ, വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കുകയും അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ഹൃദയം നന്നാക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.